ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക്, ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, ഏതെങ്കിലും ഒരു പയൽ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അതായത് തേർഡ് പാർട്ടി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി പയൽ റീഡിംഗ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ പയൽ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ. വുമൺ ഹോൾഡിങ് എ കോയിൻ ആണ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേഡി ആൻഡ് ഷീ ഈസ് ഹോൾഡിങ് എ കോയിൻ. ഒരു ക്യൂൻ എനർജിയാണ് ആൻഡ് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ആൻഡ് ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ ദാറ്റ് വി ഗോട്ട്. ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ. ഓക്കെ, ദ സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്, ഒരു ഏഞ്ചൽ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ സ്ക്രീനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് അപ്കമിങ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പയൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതാണ് ഫസ്റ്റ് പയൽ. ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ, ദിസ് വുമൺ ഹോൾഡിങ് എ കോയിൻ, ആ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സോ അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. ഈ ഒരു മാസം ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിനെ പറ്റിയ ഡീറ്റെയിൽസ് വേണ്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവിടെ പറയുന്നതായിരിക്കും കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സ്പ്രെഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഫോഴ്സ്ഫുള്ളി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഇപ്പോൾ വലിയൊരു വഴക്കിലേക്ക് പോയി, വലിയൊരു വഴക്കിടൽ അല്ലെങ്കിൽ ഒരു പിണക്കം. അതൊരു സാധാരണ ഒരു സൗന്ദര്യ പിണക്കമല്ല. സൗന്ദര്യ പിണക്കമാണെങ്കിൽ പെട്ടെന്ന് ഇണങ്ങുകയും പെട്ടെന്ന് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഈ പേഴ്സൺ ഒരുപാട്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അകന്നു പോയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ മാനസികപരമായിട്ടുള്ള മുറിവുകൾ നല്ല രീതിയിലുണ്ട്. ഇവിടെ വളരെ ഫോഴ്സ്ഫുള്ളി ആണ് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത്. അത് തന്ത്രപരമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തന്ത്രപരമായോ മാന്ത്രികപരമായോ ഒക്കെ ഈ പേഴ്സൺ, കാരണം നമുക്ക് ഏറ്റവും മുകളിൽ ഡ്രാഗൺ ലെയർ ആണ് കിട്ടിയിട്ടുള്ളത്. ദ നമ്പർ ഈസ് 19. അതത്ര നല്ല സൂചനയല്ല കാണിക്കുന്നത്. കാരണം അതൊരു ഹൊറർ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി അത് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി അത് നമുക്കിവിടെ വൈബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഒരു മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് മേ ബി ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ വീട്ടുകാർക്ക് നിങ്ങളെക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വ്യക്തിയായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ദ സെയിം സിറ്റുവേഷൻ വേണമെങ്കിൽ ഉൾട്ടയാകാം, നേരെ തിരിച്ചു ആകാം. നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളെ കൊണ്ട് വേറെ കുറച്ചും കൂടി ഹൈയിൽ നിൽക്കുന്ന വ്യക്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇങ്ങനെ അമ്മായിയമ്മ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ട്, വ്യക്തികളൊക്കെ വന്നിട്ട് അത് കംപ്ലീറ്റ്ലി കുളം തോണ്ടിരിക്കുന്ന അവസ്ഥ. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ഒരു കൂട്ടം ആൾക്കാരെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അതായത് ഒരു കൂട്ടം, അത് 1-2 ആൾക്കാരല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. 3, 4, 5 അതിലധികമോ ആളുകളുണ്ട്. ആൻഡ് ഓൾസോ ഇത് ഡിസ്ട്രാക്റ്റിംഗ് എനർജീസ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഈ മനസ്സായാലും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ആയാലും വളരെ ഫ്രീസ് ആയ ഒരു രീതിയാണ് കാണിക്കുന്നത്.
നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ, സിംഹം അത് കാട്ടിലെ രാജാവാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമലാണ്. പക്ഷെ എങ്കിൽ പോലും അത് മഞ്ഞില് ഉറച്ചു കിടക്കുകയാണ്, അത് നിശ്ചലമായി കിടക്കുകയാണ്. മുന്നോട്ട് നീങ്ങാനോ പുറകിലേക്ക് നീങ്ങാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥ. ആൻഡ് ഓൾസോ നമുക്കിവിടെ നമ്പർ 9 എഗെയിൻ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു 9ന്റെ എനർജി സ്റ്റോം ഫീൽഡ് ആണ് കാണിക്കുന്നത്. അതായത് ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അതിലേക്ക് പെട്ടെന്ന് ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു അന്തരീക്ഷം വളരെയധികം രൂക്ഷകരമാക്കുന്ന രീതി. ആൻഡ് ഓൾസോ തീർച്ചയായിട്ടും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചുറ്റിന് ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് പാര പണിയുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്. ബിക്കോസ് ഹീലിംഗ് കാർഡാണ് നമുക്ക് 3ാമതായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആൾക്കാരുണ്ട്, നിങ്ങളെ സന്തോഷിപ്പിക്കാനും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. ഈ പേഴ്സന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് 2 പേർക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് എതിരാളികൾ അധികമാണ്. എതിരാളികളാണ് ഇവിടെ അധികമായിട്ട് നിൽക്കുന്നത്. സോ അവരുടെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള എനർജി തന്നെയാണ്. ഇവിടെ ഒരു മത്സര ബുദ്ധിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ആരുടെയൊക്കെയോ വാശി, അതാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിങ്ങൾ ബലിയാടായി പോയി ഏതോ ഒരു സമയത്ത്, നിങ്ങളുടെ കഷ്ടകാലത്തോ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഹീലിംഗ് എനർജീസ് ഉണ്ട്, ഹീല് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ നിങ്ങൾ അത് വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, എനിവേ തേർഡ് പാർട്ടി ശക്തമാണ്, പറയാതിരിക്കാൻ വയ്യ. മന്ത്രാസ് തന്ത്രാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി പോലെ വൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആയില്ല എന്നാണെങ്കിൽ സെക്കൻഡ് പയലിലേക്ക് പോകാം. സോ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടോ, അതാരാണ് എന്നുള്ളതാണ്, അത് നമ്മൾ ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ പയലിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ ഒരു സെക്കൻഡ് പയൽ ദിസ് ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്കിവിടെ നോക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്കിവിടെ എന്താണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട്. ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ ഫസ്റ്റിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണമെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കുറച്ചധികം ഇവിടെ 2 എനർജീസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഒരു പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ മുജ്ജന്മത്തിലും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അതായത് മുജ്ജന്മത്തിലും ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ലൈഫിലും ഈ വ്യക്തിയായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെയോ ഒരു കർമ്മഫലങ്ങൾ, അതൊരു ബാഡ് കർമ്മ, ഒരു മോശപ്പെട്ട കർമ്മഫലങ്ങൾ പോലെ നിങ്ങൾക്കിടയിൽ ഓരോന്നോരോന്നായിട്ട് തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട്. മേ ബി നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ടാകാം. അതായത് ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ അനാവശ്യമായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കയറി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ടായി പോവുക, ദെൻ നിങ്ങൾ വീണ്ടും ഒന്നിക്കുക, വീണ്ടും കട്ടായി പോവുക, വീണ്ടും ഒന്നിക്കുക. സോ ധാരാളം തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ ആ ഒരു മോശപ്പെട്ട ആ ഒരു മുച്ചന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു മോശപ്പെട്ട എനർജികൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോഴും നല്ല രീതിയിൽ ഹീലാവേണ്ട ആവശ്യകതകൾ ഉണ്ട്. അതായത് അത് ചിലവരുടെ സോളിൽ അത് ഉണ്ടാകും, മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ശാപങ്ങൾ, അതുപോലെ അനുഗ്രഹങ്ങളും. ചിലവർക്ക് അനുഗ്രഹങ്ങളും കിട്ടും, ചിലവർക്ക് മോശക്കേടായിട്ടുള്ള കാര്യങ്ങൾ, ശാപങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹങ്ങളും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ശാപം, ഒരു കേഴ്സ് പോലെ നിങ്ങളെ രണ്ടുപേരും പിന്തുടരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സുകൊണ്ട് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ മേ ബി ഈ പേഴ്സണായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഓരോരോ തടസ്സങ്ങൾ, അത് നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ത്രൂയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുക. ഓക്കെ, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, അതിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് വരിക. സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരിക. അപ്പോൾ അങ്ങനെ ഒരു മുടക്കം പോലെ ഇവിടെ വന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാകാം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത്. പക്ഷേ ഈ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതും നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചേർന്നതും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ്. അത് മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ബാക്കി കുറച്ച് ശതമാനം പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ ഇടയ്ക്കിടക്ക് ബ്രേക്കേജസ് വരുന്നത് കൊണ്ടായിരിക്കണം മേ ബി നിങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ മുഴുപ്പിക്കാത്ത അവസ്ഥ. അതായത് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്നും ഒക്കെ കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാം കൂടി കോർത്ത് വെച്ചിട്ട് വേറൊരു ആംഗിളിലൂടെ കാണാനും വേറെ രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കണത്, അല്ലെങ്കിൽ അതൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കാതെ മേ ബി നിങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ. സോ അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഈ പേഴ്സണോട് പോയി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണെങ്കിലും അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. സോ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബ്രേക്കേജസ് ഉണ്ടാവുക, ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളിലൂടെ വന്ന് പ്രതിഫലിക്കുന്നത് അതൊരു പാസ്റ്റ് ലൈഫിന്റെ കർമ്മ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഇതിങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോകാണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ പുതിയ ഒരു ചാപ്റ്റർ ഓഫ് ലൈഫിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കണം. ചുരുക്കി പറഞ്ഞാൽ മനസ്സും ശരീരവും ചിന്തകളും ശുദ്ധീകരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അമ്പലങ്ങളും പള്ളികളും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധ ആ ഒരു രീതിയിലുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുണ്യ നദികളിൽ പോയി മുങ്ങി നിവരാം. അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉരുവിടാം. ഇപ്പോൾ ഓം നമ ശിവായ. ഇനിയിപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇപ്പോൾ ജീസസ്, ക്രിസ്ത്യൻ തന്നെ ആയിരിക്കണം എന്നില്ല, ഏത് മതക്കാരാണെങ്കിലും ഇപ്പോൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ പവർഫുൾ ആയിട്ടുള്ള വചനങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സോള് കുറച്ചും കൂടി പ്യൂരിഫിക്കേഷനിലേക്ക് ആവുകയും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭയം അല്ലെങ്കിൽ വിക്ടിമൈസേഷൻ, അതായത് എന്ത് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം വന്ന് വീഴുന്നത് നിങ്ങളുടെ തലയിലാണ്. അത് ആ പേഴ്സന്റെ കുറ്റമാണെങ്കിൽ പോലും നിങ്ങളുടെ തലയിലാണ് വന്ന് വീഴുന്നത്. അല്ലെങ്കിൽ ഓക്കെ ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക് സ്വയം പഴിചാരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മനസ്സ് ഇപ്പോഴും ശുദ്ധീകരിച്ചിട്ടില്ല, സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം വഴികൾ, അതായത് ഈ പറഞ്ഞ പോലെ അമ്പലം, പള്ളി, അല്ലെങ്കിൽ വചനം, ബൈബിള്, മന്ത്രങ്ങൾ, ഇപ്പോൾ ഓം നമ ശിവായ മന്ത്രങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും സ്പിരിച്വലി അവേക്കനിങ് ആയി വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും ആസ് യൂഷ്വൽ ആ വ്യക്തിയും സ്പിരിച്വലി അവേക്കനിങ് ആയിക്കോളും. ഓക്കെ, സോ അങ്ങനെ സ്പിരിച്വൽ അവേക്കനിങ് ആകുമ്പോൾ മാത്രമേ
ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ, ആ ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ സോളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടോട്ടലി റിമൂവ് ചെയ്ത് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു പ്യോറസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ പേഴ്സണോട് താല്പര്യമുണ്ട്. പക്ഷേ എന്താണ്, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നില്ല. കാരണം ഇത് തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ വേറൊരു എനർജി കൂടി നമുക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളത്, പൂർവികരുടെ അനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു 100 പേര് കാണുന്നുണ്ടെങ്കിൽ ഒരു 10ഓ 20ഓ പേർക്ക്. സോ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് പോകാം. അതുപോലെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മുടക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടേക്കോ നിങ്ങൾക്കൊരു തകരാറുള്ള പോലെ കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ഗുരുതരമായിട്ടുള്ള രീതിയിലൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ തേർഡ് പാർട്ടി. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റീഡിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.